നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സണായി സീതാ രവീന്ദ്രനെയും വൈസ് ചെയർപേഴ്സണായി സൗമ്യ അനിലിനെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഭിനന്ദനങ്ങളുമായി മന്ത്രി AC മൊയ്തീനും CPM നേതാക്കളും. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കാട്ടകാമ്പാൽ വാണ്യം സമാപിച്ചു. കുന്നംകുളം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തീപിടുത്തം, 4 വാഹനങ്ങൾ കത്തിനശിച്ചു. അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ സോപാനം വഴിപാടായി പിച്ചള പൊതിഞ്ഞു. കോൺഗ്രസിന്റെ 136ാമത് സ്ഥാപക ദിനം ആഘോഷിച്ച് പെരുന്തുരുത്തി കോൺഗ്രസ് കമ്മിറ്റി. ബാലസംഘം ദേശീയ സ്ഥാപക ദിനം പഴഞ്ഞി മേഖലയിലെ യൂണിറ്റുകളിൽ ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പൽപ്പം വേണുഗോപാൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി പര്യടനം നടത്തി. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സണായി സീതാ രവീന്ദ്രനെയും വൈസ് ചെയർപേഴ്സണായി സൗമ്യ അനിലിനെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയുടെ ഭരണ ചുമതല സ്ത്രീകൾക്ക് മുൻഗണന നൽകി LDF. ചെയർപേഴ്സൺ സ്ഥാനവും വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും സ്ത്രീകൾക്ക് നൽകിയാണ് ഇടതുമുന്നണി തുടർഭരണം ചുമതലയേറ്റത്. ചെയർപേഴ്സണായി സീതാ രവീന്ദ്രനെയും വൈസ് ചെയർപേഴ്സണായി സൗമ്യ അനിലിനെയും തെരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ 11 മണിക്ക് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2 മണിക്ക് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടന്നു. 37 അംഗ കൌൺസിലിൽ 19 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ഇരുവരും വിജയിച്ചത്. RMPയുടെ 3 അംഗങ്ങൾ 2 വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ചെയർമാൻ സ്ഥാനത്തേക്ക് സീതാ രവീന്ദ്രന് പുറമെ BJPയിൽ നിന്നും KK മുരളിയും UDFിൽ നിന്നും ബിജു സി ബേബിയും മത്സരിച്ചു. LDFിന്റെ 18 അംഗങ്ങളുടെയും സ്വതന്ത്ര അംഗം സോമശേഖരന്റെയും അടക്കം 19 വോട്ടുകൾ സീതാ രവീന്ദ്രൻ നേടിയപ്പോൾ KK മുരളി 8 വോട്ടുകളും ബിജു സി ബേബി 7 വോട്ടുകളും നേടി. ഉച്ചയ്ക്ക് നടന്ന വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സൗമ്യ അനിലിന് പുറമെ BJPയിൽ നിന്ന് ഗീതാ ശശിയും UDFിൽ നിന്ന് മിഷ സെബാസ്റ്റ്യനും മത്സരിച്ചു. സ്വതന്ത്ര അംഗം സോമശേഖരന്റെ അടക്കം LDFിന്റെ 19 വോട്ടുകൾ സൗമ്യ അനിൽ നേടി. ഗീതാ ശശി 8 വോട്ടുകളും മിഷ സെബാസ്റ്റ്യൻ 7 വോട്ടുകളും നേടി. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു ഭരണാധികാരിയായി. വിജയിച്ചവരെ കൌൺസിൽ അംഗങ്ങൾ ആശംസകൾ അറിയിച്ചു. നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവരാണ് മുഴുവൻ ആളുകളും. അതേ രീതിയിൽ തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ നാടിന്റെ വികസനത്തിന്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൗൺസിലിൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും രാഷ്ട്രീയമായിട്ട് നമ്മുടെ രാഷ്ട്രീയം അവിടെ കാണിക്കേണ്ടി വരും. പക്ഷെ കൗൺസിലിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളെല്ലാവരും വളരെ സുഹൃത്തുക്കളായി തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും എല്ലാവരെയും ഒരു സുഹൃത്ത് വലയത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സുഹൃത്തുക്കളായി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് കൂട്ടായി മുന്നേറാം എന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഉറപ്പ് ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പുതിയ കൌൺസിലിലെ ചെയർമാനായി നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കുന്നംകുളം നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഭിനന്ദനങ്ങളുമായി മന്ത്രി AC മൊയ്തീനും CPM നേതാക്കളും. കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സീതാ രവീന്ദ്രനും വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിനും അഭിനന്ദനങ്ങളുമായി മന്ത്രി AC മൊയ്തീനും CPM നേതാക്കളും. തെരഞ്ഞെടുപ്പിന് ശേഷം നഗരസഭയിലെത്തിയ മന്ത്രി AC മൊയ്തീൻ സീതാ രവീന്ദ്രനെ പൊന്നാടയണിയിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗം TK വാസു, മുൻ ഏരിയ സെക്രട്ടറി M ബാലാജി എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ
വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണം ഉള്ളവരാണെങ്കിലും എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമീപനമായിരിക്കും ഭരണസമിതിക്കുള്ളതെന്നും രാഷ്ട്രീയ പരിഗണനയ്ക്ക് പുറമെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിർത്താനും പ്രകടന പത്രികയിലെ നല്ല ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉറപ്പ് വരുത്തണമെന്നും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നാടിന്റെ വളർച്ചയ്ക്ക് ഒരുമിച്ച് നിൽക്കാൻ എല്ലാവർക്കും കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കൌൺസിൽ അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ഒക്കെ കൂടി ചേരുമ്പോഴാണ് വികസനത്തിന് അർത്ഥമുണ്ടാകുന്നത്. MLA-മാരും മന്ത്രിമാരും മാത്രം അല്ല കേരളത്തിന്റെ വികസനം നടപ്പാക്കുന്നത്, ജനങ്ങളെ കൂടി അതിലേക്ക് ചേർക്കുമ്പോഴാണ്. അപ്പോ ഈ കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം രാഷ്ട്രീയ പരിഗണനകളപ്പുറത്ത് വികസന കാര്യങ്ങളിൽ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അതിനെല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കാൻ, ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, നാടിന്റെ വളർച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതിന് സീതാ രവീന്ദ്രന്റെ നേതൃത്വം ഗുണപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് എല്ലാ വിജയിച്ച കൌൺസിലർമാരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കാട്ടകാമ്പാൽ വാണ്യം സമാപിച്ചു. 2 ദിവസങ്ങളിലായി കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്നു വന്നിരുന്ന കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യം സമാപിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ നാമമാത്രമായിട്ടാണ് വാണ്യം നടത്തിയത്. തിരുവാതിര വാണ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാണ്യത്തിൽ കലാപരിപാടികൾ മാറ്റിവെച്ചിരുന്നു. മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരവും ചിത്രരചന മത്സരവും നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന വിപണനത്തിൽ പ്രദേശവാസികളും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. കാർഷിക ഉൽപ്പന്നങ്ങളും കൂവപ്പൊടിയും മുറങ്ങളും വിൽപ്പനയ്ക്കെത്തി. ഗ്രാമീണ ചായക്കടയും ഉണ്ടായി. ചിത്രരചന മത്സരം നാട്ടിലെ കലാകാരന്മാരായ NS മോഹനൻ, NS ഉണ്ണികൃഷ്ണൻ, ശശി വടക്കോട്ട് എന്നിവർ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹരീഷ്, സമിതി പ്രസിഡന്റ് MK സോമൻ, കൺവീനർ ഷീജ സുദീപ്, KV വിജയൻ എന്നിവർ സംസാരിച്ചു. മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. പ്രവർത്തകരായ KB സുദീപ്, ഷിബു നടുമുറി, PP ജ്യോതിഷ്, കൃഷ്ണനുണ്ണി, VK ബാബുരാജ് എന്നിവർ നേതൃത്വം കൊടുത്തു. പ്രദേശവാസികളിൽ മാത്രം ഒതുങ്ങിയ വിപണനവും ചിത്രരചനാ മത്സരങ്ങളിലെ ചിത്രങ്ങളുടെ പ്രദർശനവും വിദ്യാർത്ഥികളുടെ മിനിയേച്ചർ മാതൃകയും പ്രദർശനത്തിൽ താരമായി മാറി. കമ്പ്യൂട്ടർ എഞ്ചിനീയർ വിദ്യാർത്ഥിയായ വിനി വിൽസനും ഡിഗ്രി വിദ്യാർത്ഥികളായ നവീൻലാൽ ഗോഡ്ലിയും +2 വിദ്യാർത്ഥികളായ കേശവുമാണ് ചെറുവാഹന ശില്പികൾ. 4 പേരും കാട്ടകാമ്പാൽ പഴഞ്ഞി സ്വദേശികളാണ്. അവധിയിൽ സ്വയം പഠിച്ചെടുത്തതാണ് വാഹന നിർമ്മാണം. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തീപിടുത്തം, 4 വാഹനങ്ങൾ കത്തിനശിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തീപിടുത്തം, 4 വാഹനങ്ങൾ കത്തിനശിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത് സീനിയർ ഗ്രൗണ്ടിൽ സൂക്ഷിച്ച വാഹനങ്ങളാണ് കത്തിയത്. 2 കാറും 1 ഓട്ടോയും 1 ലോറിയും തീപിടുത്തത്തിൽ കത്തിനശിച്ചു. കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഗ്രൗണ്ടിലെ ഉണങ്ങിയ പുല്ലുകൾ കത്തിയതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ സോപാനം വഴിപാടായി പിച്ചള പൊതിഞ്ഞു. അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ സോപാനം പിച്ചള പൊതിഞ്ഞത് സമർപ്പിച്ചു. അഗതിയൂർ കാരമ്പിൽ വീട്ടിൽ സുധാകരൻ നായരാണ് വഴിപാടായി സോപാനവും കട്ടിളയും വാതിലും പിച്ചള പൊതിഞ്ഞു നൽകിയത്. പൂജാവിധികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സോപാന സമർപ്പണം നടത്തി. മണ്ഡലം 41ന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ബ്രാഹ്മണിയമ്മ പാട്ടും പൊങ്ങലടിയും നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും വാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778.
കോൺഗ്രസിന്റെ 136ാമത് സ്ഥാപക ദിനം ആഘോഷിച്ച് പെരുന്തുരുത്തി കോൺഗ്രസ് കമ്മിറ്റി. കോൺഗ്രസിന്റെ 136ാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പെരുന്തുരുത്തി കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ കോൺഗ്രസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റാഷിദ് പെരുന്തുരുത്തി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ കെ എം മുരളീധരൻ, എൻ കെ അബ്ദുൾ മജീദ്, കെ സി വിജയൻ, ബാസിൽ പെരുന്തുരുത്തി, വാസു എം കെ, നദീർ അഷറഫ്, ശിവാനന്ദൻ, ഹബീബ്, ചന്ദ്രൻ, റാഷിദ്, അനസ്, അസ്ലം എന്നിവരും പങ്കെടുത്തു. ബാലസംഘം ദേശീയ സ്ഥാപക ദിനം പഴഞ്ഞി മേഖലയിലെ യൂണിറ്റുകളിൽ ആചരിച്ചു. ബാലസംഘം ദേശീയ സ്ഥാപക ദിനം ആചരിച്ചു. പഴഞ്ഞി മേഖലയിൽ വിവിധ യൂണിറ്റുകളിൽ പതാക ഉയർത്തി. പഴഞ്ഞി വില്ലേജ് തലത്തിൽ പാർട്ടി ഓഫീസ് പരിസരത്ത് ബാലസംഘം ഏരിയ സെക്രട്ടറി യശ്വന്ത് കൃഷ്ണ പതാക ഉയർത്തി. തൃശൂരിൽ നടന്ന മെഗാ മോഹിനിയാട്ടത്തിൽ പങ്കെടുത്ത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പട്ടിത്തടം സ്വദേശിനി അതീന്ദ്ര അനിലിനെ മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനാഘോഷം വാർഡ് മെമ്പർ കെ എസ് സിന്ധു കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് സെക്രട്ടറി അനുശ്രീ സുനിൽ സ്വാഗതവും കൺവീനർ ശൈലജ അരുൺദാസ് നന്ദിയും രേഖപ്പെടുത്തി. കോർഡിനേറ്റർമാരായ കെ ആർ ബിനോഷ്, ചിന്നു വിശാഖ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം പൽപ്പം വേണുഗോപാൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി പര്യടനം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് കാട്ടകാമ്പാൽ ഡിവിഷനിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച പൽപ്പം വേണുഗോപാൽ കാട്ടകാമ്പാൽ, പോർക്കുളം, കടവലൂർ പഞ്ചായത്തിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി വാർഡുകളിലൂടെ പര്യടനം നടത്തി. കടവലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 19 വടക്കേ കോട്ടയിൽ നിന്നും പര്യടന പരിപാടി ആരംഭിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷിജു കോട്ടൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ചൗളൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വമരൻ, വാർഡ് അംഗം KS നിഷ, കടവലൂർ വാർഡ് മെമ്പർ PI രാജേന്ദ്രൻ എന്നിവർ വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. രാവിലെ കടവലൂർ പഞ്ചായത്തിലെ വാർഡുകളിലെയും ഉച്ചയ്ക്ക് പോർക്കുളം പഞ്ചായത്തിലെ വാർഡുകളിലൂടെയും വൈകിട്ട് കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വാർഡുകളിലൂടെയും പര്യടനം നടത്തി. വിവിധ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. അടയ്ക്ക പഴയത് 7,301 രൂപ മുതൽ 7,731 രൂപ വരെ, പുതിയത് 6,860 രൂപ മുതൽ 7,175 രൂപ വരെ, രണ്ടാം തരം 4,800 രൂപ മുതൽ 5,631 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരസഭയുടെ ചെയർപേഴ്സണായി സീതാ രവീന്ദ്രനെയും വൈസ് ചെയർപേഴ്സണായി സൗമ്യ അനിലിനെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയിലെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അഭിനന്ദനങ്ങളുമായി മന്ത്രി AC മൊയ്തീനും CPM നേതാക്കളും. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കാട്ടകാമ്പാൽ വാണ്യം സമാപിച്ചു. കുന്നംകുളം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തീപിടുത്തം, 4 വാഹനങ്ങൾ കത്തിനശിച്ചു. അരുവായി ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ സോപാനം വഴിപാടായി പിച്ചള പൊതിഞ്ഞു. കോൺഗ്രസിന്റെ 136ാമത് സ്ഥാപക ദിനം ആഘോഷിച്ച് പെരുന്തുരുത്തി കോൺഗ്രസ് കമ്മിറ്റി. ബാലസംഘം ദേശീയ സ്ഥാപക ദിനം പഴഞ്ഞി മേഖലയിലെ യൂണിറ്റുകളിൽ ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പൽപ്പം വേണുഗോപാൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി പര്യടനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.